നമ്മുടെ ജീവിതത്തിൽ നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അത്ഭുതകരമാകുന്ന ഒരു അമലാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നിരവധി അമലുകൾ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, പല ആളുകളും അത് ചെയ്തിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ 12,000 ബിസ്മിയുടെ അമലുകളൊക്കെ നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച അമലാണ്. അതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് ഫലം ലഭിക്കുന്ന 7 ദിവസം കൊണ്ട് ആത്മാർത്ഥമായി ചെയ്താൽ റിസൾട്ട് ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു അമലാണ് നമ്മൾ ഇന്ന് പറയുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുമ്പോഴാണ് അതിൻ്റെ കൃത്യതയും വ്യക്തതയും ഒക്കെ നിങ്ങൾക്ക് ഗ്രാഹ്യമാകുക. അതുകൊണ്ട് പൂർണ്ണമായും കാണാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഒരുപാട് അമലുകൾ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ളത്. നേരത്തെ നമ്മൾ 12,000 ബിസ്മിയെക്കുറിച്ച് പറഞ്ഞു. സൂറത്തുൽ ഫത്ഹിൻ്റെ 21 തവണ 3 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ 1 ദിവസം കൊണ്ടോ ചെയ്യേണ്ട വളരെ പ്രസിദ്ധമായ അമല്, യാ ലത്തീഫിൻ്റെ അമല്, സൂറത്തു യാസീനിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ വ്യത്യസ്തമായ സമയങ്ങളിൽ ചൊല്ലേണ്ടത്, ഒരൊറ്റ യാസീൻ തന്നെ അതിൻ്റെ ചില ആയത്തുകൾക്കിടയിൽ വഖഫ് ചെയ്ത് അള്ളാഹുവിനോട് പ്രത്യേകം നമ്മുടെ ആവശ്യം പറഞ്ഞ് ദുആ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു അമല്, ഇങ്ങനെ തുടങ്ങി അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ടതുൾപ്പെടെ നിരവധി അമലുകൾ നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്രമേൽ ശ്രേഷ്ഠതയുള്ളതും ഒരിക്കലും നമുക്കത് നടക്കില്ലെന്ന് കരുതിയ കാര്യം വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വളരെ ഫലം ലഭിക്കുന്ന ഒരു അമലിനെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. അപ്പോൾ ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് ചൊവ്വാഴ്ച വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്താണ്. പലരും വിളിക്കാതെ വരുന്നുണ്ട്, സ്ഥലം മനസ്സിലാക്കിയിട്ട്. ഇവിടെ പേരില്ലെങ്കിൽ നമുക്ക് നോക്കാൻ സാധിക്കില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണേ. നമുക്കൊരു കൃത്യമായ എണ്ണം മാത്രമാണ് ഓരോ ദിവസവും ഏറ്റെടുക്കാൻ സാധിക്കുക, അതിലപ്പുറത്തേക്ക് നമ്മൾ ഏറ്റെടുക്കാറില്ല. അതുകൊണ്ട് ബുക്ക് ചെയ്ത് ഉറപ്പ് വരുത്തി കൺഫേം ആക്കിയതിൻ്റെ ശേഷം ഉറപ്പുള്ളവർ മാത്രം ബുക്ക് ചെയ്ത് വരിക എന്നറിയിക്കുകയാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ, അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രം കാണുന്നതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ID നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ശനി ഞായർ ദിവസങ്ങളിൽ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എല്ലാ വിഷയങ്ങളും. പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിച്ച ഒരു സമയത്ത് നൽകും എന്നുള്ളത് ഉറപ്പാണ്, തീർച്ചയാണ്. അത് നമ്മൾ ഉദ്ദേശിച്ച ആ സമയം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായി കണക്കാക്കിയതാണെങ്കിലാണ് ആ സമയത്ത് നൽകപ്പെടുക. അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ, അതിൻ്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സമയം എപ്പോഴാണെന്ന് റബ്ബിനറിയും, ആ റബ്ബ് അത് നൽകും. പക്ഷേ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും പലരും വിചാരിക്കുന്നത് അത് അള്ളാഹു നൽകിക്കോളുമല്ലോ, അള്ളാഹു നമ്മെ കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്, അതിങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ധരിച്ചു വെച്ചവരുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തുറന്നു പറയുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പം നിസ്കാരത്തിൻ്റെ 5 വഖത്ത് ഫർള് നിസ്കാരങ്ങളുടെ പേരുകൾ കൃത്യമായിട്ട് നിസ്കാരത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കില്ല. ളുഹർ 4 റക്അത്താണ്, അസ്ർ 4 റക്അത്താണ്, മഗ്രിബ് 3 റക്അത്താണ്, സുബ്ഹ് 2 റക്അത്താണ്, ഇശാ 4 റക്അത്താണ്. ഇങ്ങനെ കൃത്യമായിട്ട് നിസ്കാരത്തിൽ നിന്ന് ഖുർആനിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അത് അല്ലാഹു പരോക്ഷമായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ എല്ലാം ഉണ്ട്, ഇല്ലാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ അത് കണ്ടെത്താൻ കഴിവുള്ള ആലിമീങ്ങൾ, മുജ്തഹിദുകൾ, അവർ വിശുദ്ധ ഖുർആനിൽ നിന്നാണ് 5 വഖത്ത് നിസ്കാരം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് അവർക്ക് കണ്ടെത്താൻ സാധിക്കും, നമുക്ക് അതിനുള്ള ഗ്രാഹ്യശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അള്ളാഹു നിസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ പരോക്ഷമായിട്ട് ഗോപ്യമാക്കിയിട്ട് ഇങ്ങനെ കൃത്യമായി അതിൻ്റെ കാര്യങ്ങളൊന്നും തുറന്നു പറയാതെ പറഞ്ഞതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൃത്യമായി തുറന്നു പറഞ്ഞൊരു ഭാഗമാണ് ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കണം, എന്നോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം, ഞാൻ ഉത്തരം നൽകുമെന്ന് പറയുന്നത് തുറന്നു പറഞ്ഞതാ. അത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഒരു മറയുമില്ലാതെ അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് ദുആഇന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ അള്ളാഹ് കാണുന്നുണ്ട്, എൻ്റെ പ്രയാസങ്ങൾ അള്ളാഹ് അറിയുന്നുണ്ട്, അതുകൊണ്ട് അള്ളാഹ് നൽകും എന്നുള്ള ധാരണയിൽ ഇരിക്കുകയല്ല നമ്മുടെ ശൈലി. അങ്ങനെയല്ല മുൻഗാമികളുടെ ശൈലിയും. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും ചോദിച്ചു കൊണ്ടേയിരിക്കണം. ചോദിച്ചാൽ മാത്രമാണ് അള്ളാഹു നൽകുക.
ഇതിങ്ങനെയൊക്കെ പറഞ്ഞ ചില ആളുകൾക്ക് ഇങ്ങനെ ഇതിൽ സംശയമുണ്ടാവുകയും നമ്മളിങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ അള്ളാഹ് തരൂലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മൾ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ രോഗം മാറാൻ വേണ്ടി നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരുന്നു. അത് ഖുർആനിലുണ്ടല്ലോ. അങ്ങനെ സകല അമ്പിയാക്കൾ ഔലിയാക്കളൊക്കെ അവർ മനസ്സിലാക്കിയോ അള്ളാഹു എനിക്ക് തരും, ഞാനിങ്ങനെ ഇരുന്നാൽ മതി എന്ന് വിചാരിച്ചില്ല. അവരൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു. മത്സ്യവയറ്റിലകപ്പെട്ട മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനകത്തിരുന്ന് എത്ര തവണയാണ് ആ ദിക്റ് ചൊല്ലിയിട്ടുള്ളതല്ലേ. അങ്ങനെ നമ്മൾ ദിക്റുകൾ ചൊല്ലണം, ചോദിച്ചു കൊണ്ടിരിക്കണം. അപ്പോഴാണ് റബ്ബ് നമുക്ക് നൽകുക. ഇന്ന് നമ്മുടെ നടക്കാത്ത ഏതു കാര്യങ്ങളും വളരെ പെട്ടെന്ന് നടന്നു കിട്ടാൻ കാരണമാകുന്ന അത്ഭുതകരമായ അമലാണ് നമ്മൾ പറയുന്നത്. അത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അമലാണ്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമാണ് ഏറ്റവും ഖൈറായ കലാമല്ലേ. ആ വിശുദ്ധ ഖുർആന് കൊണ്ട് ചെയ്യേണ്ട വളരെ ശ്രേഷ്ഠമായ രൂപത്തിലുള്ള ഒരു അമല്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് ദിവസത്തിലാണ് തുടങ്ങേണ്ടത്, എത്ര ദിവസങ്ങളിലാണ് അത് ചെയ്യേണ്ടത്, ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അതിനോട് സമീപിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കേൾക്കുക. ഇത് വിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്ത് 7 ദിവസം കൊണ്ട് വിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്ത് ഒരു അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുമായി ബന്ധപ്പെട്ട ഒരു ദിക്ർ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യം പറഞ്ഞ് ദുആ ചെയ്യുന്ന രൂപമാണ്. മനസ്സിലായല്ലോ. 7 ദിവസം കൊണ്ട് വിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്ത് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യുക. അതിന് അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മ് കൊണ്ടുള്ള ഒരു വളരെ ശ്രേഷ്ഠമേറിയ ദിക്റുണ്ട്. ആ ദിക്ർ ചൊല്ലിയിട്ടാണ് ദുആ ചെയ്യേണ്ടത്. അപ്പം എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് പറയുന്നു. വിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്ത് ദുആ ചെയ്താൽ ഇജാബത്തുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഖത്മ് ചെയ്ത ഉടനെ കത്തം 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 എന്നല്ല പറയേണ്ടത്. പല ആളുകളും കത്തം കത്തം എന്നാണ് പറയുക. അറബിയിൽ ഖത്മ് എന്നാണ് പറയാം. ഖത്മ് 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 ഖത്മുൽ ഖുർആൻ അങ്ങനെ പറയേണ്ടത്. അപ്പോൾ ഇനി മുതൽ നിങ്ങളൊക്കെ ഖത്മ് എന്ന് പറഞ്ഞ് ശീലിക്കണം. അപ്പോൾ ഖത്മ് ചെയ്യുക, വിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്യുക. എങ്ങനെ ഖത്മ് ചെയ്യേണ്ടത്? അത് 7 ദിവസം കൊണ്ടാണ് ഖത്മ് ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആനിൻ്റെ ഖത്മിൻ്റെ ദിവസങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ മഹാന്മാരിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചവരുണ്ട്. 7 ദിവസത്തിലൊരിക്കൽ വിശുദ്ധ ഖുർആനിൻ്റെ ഖത്മ് 7 ദിവസത്തിൽ അത് പൂർത്തീകരിക്കണം. 7 ദിവസത്തിൽ ഒരു ഖത്മ് പൂർത്തീകരിക്കണം എന്ന് പറയുന്നതായിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ചിലപ്പോൾ 3 ദിവസത്തിനേക്കാൾ ചുരുങ്ങിയത് കൊണ്ട് നിങ്ങൾ ഖത്മ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം അത് വളരെ സ്പീഡിൽ പെട്ടെന്ന് ഓതി ഇങ്ങനെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കാതെ ഓതിയിട്ടത് പൂർത്തീകരിച്ചിട്ട് നിങ്ങൾ ഖുർആനിൻ്റെ ശാപമേൽക്കരുത്. റൊബ്ബ ഖാരിഇൻ ലിൽ ഖുർആൻ, എത്രയോ ഖുർആൻ പാരായണം ചെയ്യുന്നവർ ഖുർആൻ അവരെ ശപിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തരമൊരു ഖുർആൻ ഓത്തുകാരായിട്ട് നമ്മൾ മാറരുത്. നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് എപ്പോഴും ഓതേണ്ടത്. മഹാന്മാരൊക്കെ രാത്രിയിലും, ഒരു വലിയ മഹാനെ രാത്രിയിലും പകലിലും 4 ഖത്മുകൾ പൂർത്തിയാക്കിയിരുന്നു എന്ന് കാണാം. നമുക്കൊക്കെ അറിയാവുന്ന കുറേ മഹാന്മാരുണ്ട്. ഷാഫി ഇമാമൊക്കെ എത്ര ഖത്മ പൂർത്തിയാക്കിയതല്ലേ. ഒരു വലിയ മഹാന് ഹജറുൽ അസ്വദ് അത് മുത്തിയിട്ട് തൊട്ടടുത്ത് വാതിലെത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവർ ഖത്മ് പൂർത്തിയാക്കിയിരുന്നു. ആ ഖത്മ് പൂർത്തിയാക്കിയത് ചുറ്റിലുമുള്ള ആളുകൾ ഓരോ അക്ഷരങ്ങളും കേട്ടിരുന്നു. നമ്മൾ ചിന്തിക്കുമ്പോൾ അതെങ്ങനെ ഖത്മ് പൂർത്തിയാക്കുന്നു? ഓരോ അക്ഷരങ്ങളും അവിടെ കൂടിയുള്ള ആളുകൾ കേട്ടു എന്നാ. ആ വാതിലിൻ്റെയും ഹജറുൽ അസ്വദിൻ്റെ ഇടയിൽ അത്ര സ്ഥലമല്ലേ ഗ്യാപ്പുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഖത്മ് പൂർത്തിയാക്കി നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റില്ല. അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കാം. കൊല്ലത്തിൽ 2 ഖത്മെങ്കിലും പൂർത്തിയാക്കിയാലാണ് ഖുർആനുമായിട്ടുള്ള ബാധ്യത പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞ മഹാന്മാരുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിൻ്റെ ആ വർഷത്തിൽ 2 ഖത്മ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പൂർത്തിയാക്കി ഓതിക്കൊടുത്തിരുന്നു എന്നൊക്കെ നമുക്ക് കാണാം. നമുക്കൊക്കെ എത്ര ഖത്മ് എപ്പോഴാണ് പൂർത്തിയാക്കാൻ സാധിക്കുക? അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടാനുള്ള വലിയ തൗഫീഖ് നൽകട്ടെ. നമ്മൾ പറയുന്നത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വളരെ ശ്രേഷ്ഠമേറിയ അമലാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, സൂറത്തുൽ ഖത്മ് പൂർത്തീകരിക്കേണ്ടത് 7 ദിവസം കൊണ്ടാണ്. അപ്പോൾ അത് വെള്ളിയാഴ്ചയാണ് തുടങ്ങേണ്ടത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൃത്യമായ രൂപം ഞാൻ പറയാം.
ഇതെങ്ങനെയാണ് ഈ ഒരു രൂപം വന്നതെന്ന് ചോദിച്ചാൽ, അലിയാർ തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഫമീ ബിഷൗഖ് എന്ന് പറയുന്ന വാക്ക്. ഈ ഫമീ ബിഷൗഖ് എന്ന് പറഞ്ഞാൽ അതൊരു സൂചനാവാക്യമാണ്, സൂചകങ്ങളാണ്. ഫമീ ബിഷൗഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം വരുന്നത് എൻ്റെ ഫമ് എന്ന് പറഞ്ഞാൽ വായ എന്നാണ്. എൻ്റെ ഫമ് അത് ഖുർആൻ ഓതാനുള്ള ഷൗക്കിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആൻ ഓതാനുള്ള വെമ്പലിലാണ്, ആഗ്രഹത്തിലാണ്, ഷൗക്കിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എൻ്റെ വായ ഖുർആൻ ഓതാനുള്ള ആ ഒരു ആഗ്രഹത്തിലും ആ വെമ്പലിലൊക്കെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം, ശരിക്കുള്ള അർത്ഥം. പക്ഷേ ഈ ഒരു വാക്കിൽ 7 ദിവസം കൊണ്ട് ഖുർആൻ പൂർത്തീകരിക്കേണ്ട ഒരു രൂപമുണ്ട്. ആ രൂപമാണ് നമ്മളിവിടെ പറയുന്നത്. ആ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ പൂർത്തീകരിച്ച് നമ്മൾ പറയുന്ന രൂപത്തിലുള്ള ആ ദിക്ർ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അതിന് വലിയ ഫലം ലഭിക്കാൻ കാരണമാകുമെന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ നേർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളത് ഫുൾ ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുന്നുണ്ട്, അതിൻ്റെ രൂപം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ ത്വരീഖത്തു ഫമീ ബിഷൗഖ്, എങ്ങനെയാണ് ഇത് ഓതേണ്ടത്? ഫമീ ബിഷൗഖ് എന്ന വാക്കിൽ നിന്ന് വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത്. നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇത് ആത്മാർത്ഥമായിട്ട് ഇത് നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ആ വിഷയങ്ങൾ പൂർത്തീകരിക്കാൻ അത് കാരണമാകും. അപ്പോൾ ഇതിൻ്റെ രൂപം, സൂചക രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫമീ ബിഷൗഖ് എന്ന് പറയുമ്പോൾ അതിലാദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് ഫ ആണ്. നിങ്ങൾ കണ്ടോ? ആദ്യത്തെ അക്ഷരം അതിൽ ഫ ആണ്. നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? ശരിക്കും ശ്രദ്ധിച്ച് നോക്കണം. ഫമീ ബിഷൗഖ് എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് അത് ഫ ആണ്. ആ ഫ സൂചിപ്പിക്കുന്നത് ഫാത്തിഹയാണ്. ഫ സൂചിപ്പിക്കുന്നത് ഫാത്തിഹയാണ്. അപ്പോൾ ഫമീ എന്നതിലെ ഒന്നാമത്തെ അക്ഷരം ഫാത്തിഹയെ സൂചിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ആ ഫാത്തിഹ കൊണ്ട് തുടങ്ങിയിട്ട് ഏതുവരെയാണ് ഓതേണ്ടത്? അത് സൂറത്തുൻ നിസാ വരെയാണ്. അതെങ്ങനെ സൂറത്തുൻ നിസാ വരെ എന്ന് കിട്ടിയത്? ഫമീ എന്ന് പറയുന്ന രണ്ടാമത്തെ അക്ഷരം മീം സൂചിപ്പിക്കുന്നത് സൂറത്തുൽ മാഇദയെയാണ്. അപ്പോൾ സൂറത്തുൽ മാഇദക്ക് തൊട്ട് മുമ്പുള്ള നിസാ വരെയാണ് വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കേണ്ടത്. അപ്പോൾ 7 ദിവസം കൊണ്ടാണ് പൂർത്തീകരിക്കേണ്ടത്. വെള്ളിയാഴ്ചയാണ് തുടങ്ങേണ്ടത്. ആ വെള്ളിയാഴ്ച ഫാത്തിഹ മുതൽ സൂറത്തുൻ നിസാ വരെ ഓതുക. അതാണ് ഫാ കൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ ദിവസം ശനിയാഴ്ചയിലേക്ക് എത്തുമ്പോൾ ആ ശനിയാഴ്ച സൂറത്തുൽ മാഇദ മുതൽ സൂറത്തു തൗബ വരെയാണ് ഓതേണ്ടത്. അതെന്താ സൂറത്തുൽ മാഇദ മുതൽ സൂറത്തു തൗബ വരെ എന്ന് പറഞ്ഞത്? അതെ, സൂറത്തുൽ മാഇദയാണ് മീമോണ്ട് അർത്ഥാക്കുന്നത്. പിന്നെ ശേഷം വരുന്നത് യാ ആണ്. ആ യാ അത് സൂറത്തു യൂനിസിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ യൂനിസിൻ്റെ തൊട്ട് മുമ്പുള്ള തൗബ വരെയാണ് ഓതേണ്ടത്. അപ്പോൾ ശനിയാഴ്ച ദിവസം മാഇദ മുതൽ തൗബ വരെ ഓതുക. പിന്നെ ഞായറാഴ്ച സൂറത്ത് യൂനുസ് കൊണ്ടാണ് തുടങ്ങേണ്ടത്. അതെങ്ങനെ മനസ്സിലായി? യൂനുസ് കൊണ്ടാണ് തുടങ്ങേണ്ടത്. ഫമീ എന്നുള്ളിടത്ത് ഫ കഴിഞ്ഞു, മീം കഴിഞ്ഞു, പിന്നെ യാ ആണുള്ളത്. ആ യാ സൂചിപ്പിക്കുന്നത് സൂറത്ത് യൂസുഫിനെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ യൂനുസിനെ, യൂസുഫ് അല്ല യൂനുസ്, ആ യൂനുസ് കൊണ്ട് തുടങ്ങിയിട്ട് ഏത് വരെയാണ് ഓതേണ്ടത്? അടുത്ത ലെറ്റർ ബ ആണ്. ബിഷൗഖ് എന്നുള്ള ബ ആണ്. ആ ബനു ഇസ്രായേൽ എന്നാണ് സൂചിപ്പിക്കുന്നത്. ആ ബനു ഇസ്രായേലിൻ്റെ ആ സൂറത്ത് എന്ന് പറയുന്നത് അത് സൂറത്തുൽ ഇസ്ര ആണ്. അപ്പോൾ ആ ഇസ്ര സൂറത്ത് വരെയാണ് ഓതേണ്ടത്, ബനു ഇസ്രായേൽ സൂറത്തിലേക്ക്. അപ്പോൾ അത് ഏതുവരെയാണ് ഓതേണ്ടത്? സൂറത്തുൽ ഇസ്ര വരെ. അപ്പോൾ സൂറത്തുൽ നഹ്ൽ വരെ ഓതുക. യൂനുസ് മുതൽ സൂറത്തുൽ നഹ്ൽ വരെ ഓതുക. പിന്നെ ബാ സൂചിപ്പിക്കുന്ന സൂറത്തുൽ ഇസ്ര അത് സൂറത്തുൽ ഫുർഖാൻ വരെ ഓതുക. അതെങ്ങനെ ഫുർഖാനാന്ന് മനസ്സിലായത്? അത് ശേഷം ഷീനാണ്. ബിഷൗഖ് എന്നുള്ളിടത്ത് ഷീന് വരുന്നുണ്ട്. ആ ഷീന് സൂറത്തു ഷുഅറയിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഷുഅറ മുതലാണ് ചൊവ്വാഴ്ച ഓതേണ്ടത്. അപ്പോൾ ഷുഅറ വരെ ഓതുമ്പോൾ തിങ്കളാഴ്ച നമ്മൾ ഫുർഖാൻ വരെയാണ് ഓതേണ്ടത്, സൂറത്തുൽ ഫുർഖാൻ വരെ. പിന്നീട് വരുന്നത് സൂറത്തു സോഫാത്ത്. അതെങ്ങനെ മനസ്സിലായത്? സോഫാത്ത് തുടങ്ങുന്ന വസ്സോഫാത്ത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ വാവ് വസ്സോഫാത്ത്, അത് സൂറത്തു സോഫാത്ത്. അപ്പോൾ ഷൗഖ് എന്നുള്ള വാവ് സോഫാത്ത് മുതൽ ഹുജറാത്ത് വരെ ഓതണം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുവരെ ഓതുക. പിന്നെ വ്യാഴാഴ്ചയാണ് വരുന്നത്. ഈ വ്യാഴാഴ്ച നമ്മൾ ഓതേണ്ടത് ഖാഫ് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ വാഖിഅയെ സൂചിപ്പിക്കുന്നു. അവസാനം വരെ സൂറത്തുൻ നാസ് വരെ ഓതുക. അപ്പോൾ ഒന്നും കൂടെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ, എങ്ങനെയാണ് 7 ദിവസം കൊണ്ട് ഫമീ ബിഷൗഖ് എന്ന രൂപത്തിൽ
വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഓതി തീർക്കേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. ഫമീ ബിഷൗഖ് എന്ന രൂപത്തിൽ ഓതി തീർക്കേണ്ടത് വെള്ളിയാഴ്ച സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നിസാ വരെ ഓതുക, ശനിയാഴ്ച സൂറത്തുൽ മാഇദ മുതൽ സൂറത്തു തൗബ വരെ ഓതുക, ഞായറാഴ്ച സൂറത്തു യൂനുസ് മുതൽ സൂറത്തു നഹ്ല് വരെ ഓതുക, തിങ്കളാഴ്ച സൂറത്തുൽ ഇസ്രാ മുതൽ സൂറത്തുൽ ഫുർഖാൻ വരെ ഓതുക, ചൊവ്വാഴ്ച സൂറത്തു ഷുഅറാ മുതൽ സൂറത്ത് യാസീൻ വരെ ഓതുക, ബുധനാഴ്ച സൂറത്തു സോഫാത്ത് മുതൽ സൂറത്തുൽ ഹുജറാത്ത് വരെ ഓതുക, വ്യാഴാഴ്ച സൂറത്തു ഖാഫ് മുതൽ സൂറത്തു നാസ് വരെ. അപ്പോൾ ആ വെള്ളിയാഴ്ച രാവോടുകൂടെ നമ്മുടെ ഖത്ം അങ്ങ് പൂർത്തീകരിക്കപ്പെടും. ഇത് നല്ലൊരു ത്വരീഖാണ് എന്നും ഈ ത്വരീഖിലൂടെ ഓതിയിട്ട് അവരവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നും അനുഭവങ്ങൾ മഹാന്മാർ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം സാധിക്കാൻ വേണ്ടിയോ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹാരം ലഭിക്കാനോ അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ സലാമത്ത് ലഭിക്കാനോ ഒക്കെ ഈ പറഞ്ഞ രൂപത്തിൽ ഒരാഴ്ച കൊണ്ട് ഖത്മ് തീർത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവൻ്റെ ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും ബി ഇസ്നില്ലാഹി തആല. മഹാന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ ഒന്ന് ഖത്മ് ചെയ്ത് നോക്കൂ. നിങ്ങളിപ്പോൾ ഈ രൂപം കൃത്യമായി മനസ്സിലാക്കി ഇതനുസരിച്ച് ഓതി നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകും. ഫമീ ബിഷൗഖ് എന്നുള്ളത് മനസ്സിലായില്ലേ? ഫമീ ബിഷൗഖ്, എൻ്റെ വായ് അത് ഖുർആൻ പാരായണം ചെയ്യുന്നതിലേക്ക്, ഖുർആൻ ഓതുന്നതിലേക്ക്, ഖുർആൻ ഓതാനുള്ള ഷൗഖിലാണ് എന്നാണ് അർത്ഥം. ആ വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്ത രൂപത്തിലാണ്, ത്വരീഖിലാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ പൂർത്തീകരിക്കുന്നത്. ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രത്യേക ദിക്ർ ചൊല്ലാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനത് വഴിയെ പറയാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ബുഖാരിയും മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, നീ 7 ദിവസത്തിലൊരു ഖത്മ് തീർക്കണം, 7 ദിവസത്തിലൊരു ഖത്മ് കംപ്ലീറ്റ് ചെയ്യണം, അതിൽ കൂടുതൽ ദിവസം എടുക്കരുത്. അപ്പം അങ്ങനെ 7 ദിവസത്തിലൊരിക്കൽ ഖത്മ് തീർക്കുന്നവർക്കൊരു പ്രത്യേക പേരൊക്കെയുണ്ട്. അപ്പം ഇതിൻ്റെ കൂടുതൽ ആശയങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. 7 ദിവസത്തിൽ ഖത്മ് തീർക്കേണ്ട ഒരു രൂപമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. മഹാനരായ ഷാഫി മദ്ഹബിലെ ആധികാരിക പണ്ഡിതനാണ് മഹാനരായ നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അവർ പറയുന്നുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളുടെ അനുസരിച്ചാണ് ഖത്മ് തീർക്കേണ്ടത്. കാലത്തിൻ്റെ വ്യത്യാസങ്ങളുടെയൊക്കെ അനുസരിച്ച്. പഴയ കാലങ്ങളിലൊക്കെ എത്ര പെട്ടെന്ന് ഖത്മ് പൂർത്തിയാക്കുന്ന ആളുകളുണ്ടായിരുന്നു. ആത്മാർത്ഥതയും ഇഖ്ലാസൊക്കെ ഉള്ള ആളുകൾക്ക് അതൊരു ഭാരാകൂല, പ്രയാസാകൂല. അവർക്ക് വലിയ കറാമത്ത് വഴി അവരതൊക്കെ ചെയ്തു തീർക്കും, അല്ലേ? ബുദ്ധിശാലികളൊക്കെ ഖുർആൻ ഓതുമ്പോൾ ശരിക്കും ചിന്തയോടെയല്ലാതെ അവർക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കില്ല എന്നാ. അവർ നന്നായി ചിന്തിച്ച് മാത്രമേ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയുള്ളൂ. ഓതുന്നത് പൂർണ്ണമായും ഗ്രഹിക്കാതെ മുന്നോട്ട് നീങ്ങാൻ അവർക്ക് കഴിയില്ല. അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ട് അതിൻ്റെ ഒരു അക്ഷരത്തിൻ്റെ, ഒരു ഹർഫിൻ്റെ, ഒരു വാക്കിൻ്റെ, ഒരു വാചകത്തിൻ്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കാതെ അവർ ഓതാറില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് പല മഹാന്മാരും ഓതിയിരുന്നത്. അവർക്ക് വിശുദ്ധ ഖുർആൻ ധൃതി പിടിച്ച് ഓതാനേ കഴിയില്ല. അപ്പോൾ ആശയം ഗ്രഹിച്ചുകൊണ്ടാണ് അവരൊക്കെ ഓതാറുള്ളത്. അപ്പോൾ നമുക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കഴിയുന്ന രൂപത്തിൽ നമ്മളതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് സാവധാനത്തിലാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. നമ്മുടെ ലക്ഷ്യം നേടാൻ ഉതകുന്ന രൂപത്തിൽ ഖത്മ് തീർക്കലാണ് ഏറ്റവും യോജ്യമായത്. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഖത്മ് തീർക്കുക. അമിത ധൃതിയിലാകുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാൻ കാരണമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നല്ല ശ്രദ്ധയോടുകൂടെ ഗ്രാഹ്യമാകുന്ന ഭാഗങ്ങളിലൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. മഹാനരായ ഇമാം നവവി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഓരോ പകലിലും ഓരോ രാത്രിയിലും ചില മഹാന്മാരൊക്കെ 4 ഖത്മ് വീതം ഓതി തീർക്കാറുണ്ടായിരുന്നു, ഓരോ രാത്രിയിലും പകലിലൊക്കെ ആയിട്ട്. അപ്പം ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കണം. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടിയിട്ട് അവർക്ക് അക്ഷരങ്ങളെ ചുരുട്ടിക്കൊടുക്കും, കാലത്തെ അവർക്ക് വികസിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷേ അത് മറ്റുള്ളവർക്കത് അനുഭവേദ്യമായി കൊള്ളണമെന്നില്ല. അപ്പോൾ അവരൊരു രാത്രി കൊണ്ടും ഒരു പകൽ കൊണ്ടും 4 ഖത്മൊക്കെ ഓതി പൂർത്തീകരിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ മുമ്പിൽ അക്ഷരങ്ങളെ അള്ളാഹു ചുരുട്ടിക്കൊടുക്കും. അപ്പോൾ വളരെ പെട്ടെന്നായിരിക്കും.
ചില ആളുകളൊക്കെ ദ്രുതഗതിയിൽ പല സ്ഥലങ്ങളിലേക്കും സഞ്ചരിക്കുന്നില്ലേ? മഹാന്മാരുടെ ചരിത്രത്തിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കുമല്ലോ. അവരത്രയും ദ്രുതഗതിയിൽ അവിടെ എത്താനുള്ള കാരണം എന്താ? അവർക്ക് മുമ്പിൽ അത് ചുരുട്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു വലിയ മഹാന് അവർ ഓരോ രാവും പകലും 70,000 ഖത്മ് വീതം ഓതി തീർക്കാറുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. 70,000 ഖത്മ്. ഇത് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ആ ആശയം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അക്ഷരങ്ങളെ ചുരുട്ടിക്കൊടുക്കും, കാലത്തെ അവർക്ക് വികസിപ്പിച്ചു കൊടുക്കും. ഒരിക്കൽ ത്വവാഫ് ചെയ്യുമ്പോൾ, മഹാനവറുകൾ ത്വവാഫ് ചെയ്യുമ്പോൾ ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ട് ഖത്മ് ഓതാൻ ആരംഭിച്ചു. തുടർന്നങ്ങനെ വാതിലിൻ്റെ അടുത്തെത്തിയപ്പോഴേക്ക് അവരുടെ ഒരു ഖത്മ് ഓതി തീർന്നു എന്ന് മാത്രമല്ല, അതിലെ ഓരോ അക്ഷരങ്ങളും ചുറ്റിലുമുള്ള കൂട്ടുകാർ അവരോടൊപ്പമുണ്ടായിരുന്നയാർ ശരിക്കും കേട്ടു. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിലെ മിഷ്കാത്തിൻ്റെ ഷർഹിലെ മുല്ല അലിയുൽ ഖാരിയൊക്കെ ഇത് വളരെ കൃത്യമായി ഉദ്ധരിച്ച സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും പ്രിയമുള്ളവരെ. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില മഹാന്മാർക്ക് കൊടുക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങളാണ് അതൊക്കെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാൾ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഖത്മ് ചെയ്ത്, പൂർണ്ണമായും പാരായണം ചെയ്ത് സമാപന ഘട്ടത്തിൽ അതിൻ്റെ ഖത്മിൻ്റെ സമയത്ത് അവന് ദുആ ചെയ്യുമ്പോഴും ഖത്മിൻ്റെ സമയത്തൊക്കെ 60,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്രമേൽ പ്രത്യേകതയുണ്ട് പ്രിയമുള്ളവർ വിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്യുന്നതിന്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ ഖത്മിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ പ്രവേശിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അത് വളരെ കാര്യമായിട്ട് പരിഗണിച്ചാൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല കാര്യങ്ങളും നടക്കും. ഏറ്റവും കുറഞ്ഞത് വർഷത്തിൽ 2 ഖത്മെങ്കിലും തീർക്കാൻ സാധിക്കണം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാൾ കൊല്ലത്തിൽ 2 ഖത്മെങ്കിലും തീർത്താലാണ് ഖുർആനിനോടുള്ള ബാധ്യത നിറവേറ്റി എന്ന രൂപത്തിലേക്ക് എത്തുകയുള്ളൂ. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിൻ്റെ വേളയിൽ ആ വർഷത്തിൽ മുത്തുനബി തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ 2 തവണയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഖത്മ് തീർത്തത്. മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ചുരുങ്ങിയത് 40 ദിവസത്തിലൊരിക്കലെങ്കിലും ഒരു ഖത്മ് തീർക്കണം എന്നുള്ളതാണ്. അതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബറക്കത്ത് ഉണ്ടാകാനൊക്കെ ഇതൊക്കെ വലിയ കാരണമാകുമെന്നുള്ളതാണ്. അപ്പോൾ 40 നാൾ കൂടുമ്പോൾ ഖത്മ് തീർക്കുന്നത് കഴിയുന്നവർ അങ്ങനെ തന്നെ ചെയ്യാം. വർഷത്തിൽ 2 തവണ ഖത്മ് തീർക്കുന്നത് അതെന്തായാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ പകർത്തി എഴുതേണ്ട ഒരു വിഷയം കൂടെയാണ്. നമ്മൾ പറഞ്ഞു വിശുദ്ധ ഖുർആൻ ഈ പറയുന്ന രൂപത്തിൽ 7 ദിവസം കൊണ്ട്, ഒരു വെള്ളിയാഴ്ച തുടങ്ങിയിട്ട് വെള്ളിയാഴ്ച രാവോടുകൂടെ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോടുകൂടെ അവസാനിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഈ ഒരു ഖത്മിൻ്റെ രൂപം ഇത് ചെയ്തിട്ട് നമ്മൾ ചൊല്ലാൻ പറഞ്ഞ ഒരു പ്രത്യേക ഇസ്മുണ്ട്. നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു. ആ ഇസ്മ ഏതാണെന്ന് ചോദിച്ചാൽ അൽ വക്കീൽ എന്ന് പറയുന്ന ഇസ്മാണ്. വക്കീൽ എന്ന് പറയുന്ന ഇസ്മ, ആ വക്കീൽ എന്ന് പറയുന്ന ഇസ്മ കൊണ്ട് ചേർത്ത് പറയപ്പെടുന്ന ഒരു ദിക്റുണ്ട്. നമുക്കറിയാം, ദിക്റായിട്ട് നമ്മൾ ചൊല്ലുന്നതാണ്. അതേതാണ് ആ ദിക്റ്? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. എന്താണ് ഈ വക്കീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വക്കീൽ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായൊരു ഇസ്മാണ് വക്കീൽ എന്നുള്ളത്. കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കപ്പെടുന്നവൻ, ഭരമേൽക്കുന്നവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം നാം ഏൽപ്പിക്കുന്നതല്ലേ, ഭരമേൽപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് നമ്മുടെ ആ വിഷയം നാം തവക്കുലാക്കിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. ഈ ഒരു ദിക്ർ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ എന്നുള്ളത് പതിവായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ അയാളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സാധിച്ചു കൊടുക്കും. ഒരാൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് ചൊല്ലാൻ ഹബീബായ തങ്ങൾ ആജ്ഞാപിച്ചതൊക്കെ നമുക്കറിയാം. അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അസ്ർ നിസ്കാരത്തിന് പുറമെ ഇതിന് 70 തവണ പാരായണം ചെയ്യലിനെ പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക ഹിഫ്ള് അവനുണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ദിവ്യനാമം ഇതിനോട് ചേർത്തിയിട്ട്
നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഒരു 101 തവണയൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും നടക്കാത്ത പല വിഷയങ്ങളും പൂർത്തീകരിക്കാൻ കാരണമാകുമെന്നുള്ളതാണ്. ഈ ഒരു ഇസ്മുണ്ടല്ലോ, വക്കീൽ എന്ന് പറയുന്ന ഇസ്മ, ഇതിലിപ്പോൾ 4000 തവണ സ്ഥിരമായിട്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ, അതേപോലെ തന്നെയുള്ള ഇടി, മിന്നൽ, കാറ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരം പ്രകൃതിക്ഷോഭങ്ങൾ, വീട് തകർന്ന് മരണപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള മരം വീണ്, പോസ്റ്റൊക്കെ വീണ്, ഇങ്ങനെയുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ നിന്നൊക്കെ വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകുമെന്നൊക്കെ മഹാന്മാർ പറഞ്ഞ വളരെ സവിശേഷമേറിയ ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ വക്കീൽ എന്ന് പറയുന്ന ഇസ്മ. വക്കീലിൻ്റെ അതത് നമുക്കറിയാം. വാവ് 6ആണ്, കാഫ് 20ആണ്, യാ 10ആണ്, ലാമ് 30ആണ്. അപ്പോൾ ആകെ 66ആണ് ഇതിൻ്റെ അതത്. അപ്പോൾ വക്കീൽ എന്നുള്ള ഇസ്മ ചൊല്ലുമ്പോൾ നമുക്ക് 66 തവണയായിട്ട് ചൊല്ലാവുന്നതാണ് അതിൻ്റെ അതത്. അതായത് കൊണ്ട് ഇനി അങ്ങനെയല്ല, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 101 തവണ, 70 തവണ ഇങ്ങനെയൊക്കെ ചൊല്ലേണ്ട സമയത്ത് ആ രൂപത്തിലൊക്കെ നമുക്ക് ചൊല്ലാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏത് ആഗ്രഹങ്ങളും നാം ഈ ചെയ്യുന്ന ഈ ഇസ്മിൻ്റെ, ഈ അമലിൻ്റെ, ഇതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് വളരെ പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൂർത്തീകരിച്ച് തരട്ടെ. ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷയും സമാധാനവും മോചനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരിക്കലും നടക്കില്ലെന്ന നിരാശയോടുകൂടെ കഴിഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു അമലൊന്ന് ചെയ്തു നോക്കുക. പ്രത്യേകിച്ച് ഇത് വിശുദ്ധ ഖുർആനാണ് ഇതിൽ ഭൂരിഭാഗമായിട്ട് ഈ അമലിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ മുറാദുകൾ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ മുറാദുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചൊരുക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.